വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്. ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും പേ സ്ലിപ്പിൽ ചെറിയ മാറ്റം ഈ രണ്ടാഴ്ചയായിട്ട് കാണുന്നുണ്ടാവും. ചെറുതായിട്ട് കൂടിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പലർക്കും ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഞാനിവിടെ പലരോടും സംസാരിച്ചപ്പോൾ പലർക്കും ഇതിനെപ്പറ്റി അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ച് പേർക്കൊക്കെ അറിയാം. എന്നാലും ഞാനപ്പോൾ അതിനെപ്പറ്റി ഒന്ന് നോക്കി, എന്താണ് ഇതെന്ന് നോക്കി. അപ്പം അതിനെപ്പറ്റി എനിക്കറിയുന്ന പോലെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ന്യൂസിലാൻഡിൽ ലിവിങ് കോസ്റ്റ് വളരെയധികം കൂടിയിരുന്നു. ന്യൂസിലാൻഡിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലായിടത്തും തന്നെ റിസഷനും അതുപോലെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇവിടെയും ലിവിങ് കോസ്റ്റ് കൂടി, റിസഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകം മുഴുവൻ കോവിഡിന്റെ ആ എഫക്റ്റ് കഴിഞ്ഞ് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ഇവിടെ എലക്ഷൻ വന്നത്. ഇവിടെ ലേബർ ഗവൺമെന്റ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ജസീന്റെ ആഡ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയുന്ന പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നാഷണൽ ഗവൺമെന്റ് കയറി വന്നു. നാഷണൽ ഗവൺമെന്റ് അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറെ ഓഫറുകൾ തന്നിരുന്നു നമുക്ക് എല്ലാവർക്കും. നമ്മുടെ നാട്ടിലും കുറെ ഓഫറുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഇലക്ഷൻ നടന്നപ്പോൾ ബ്ലാക്ക് മണി മുഴുവൻ തിരിച്ചു കൊണ്ടിരുന്നു, എല്ലാവരുടെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ കൊടുക്കാനുള്ള മണി ഉണ്ടാവുകയെന്നൊക്കെ നമ്മൾ കോരി തരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ന്യൂസിലാൻഡ് ഗവൺമെന്റും നാഷണൽ ഗവൺമെന്റ് ക്രിസ്റ്റഫർ ലക്സൺ ഒത്തിരി ഓഫറുകളൊക്കെ കൊടുത്തു. നമ്മളൊക്കെ ഇങ്ങനെ കോരിത്തരിച്ചു. ഞാനൊക്കെ എനിക്ക് ക്രിസ്റ്റഫർ ലക്സനുമായിട്ടൊക്കെ ഒരുമിച്ച് വർത്തമാനം പറയാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ. അപ്പം പുള്ളിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പല വീഡിയോ വരെ ചെയ്തു, പുള്ളിയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുള്ളിക്ക് എല്ലാവരും തന്നെ വോട്ട് ചെയ്തു. അങ്ങനെ പുള്ളി വിജയിച്ചു. അതിനുശേഷം പുള്ളി പറഞ്ഞ ഓഫറുകളൊക്കെ ഓരോന്നായിട്ട് പുള്ളി ജനങ്ങൾക്ക് വേണ്ടി തരാൻ ശ്രമിക്കുന്ന സീനുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നത്. അതെന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇലക്ഷന് മുമ്പ് നാഷണൽ ഗവൺമെന്റ് പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടാക്സ് ക്രെഡിറ്റ് കൊടുക്കും, ടാക്സിൽ ചില ഡിഫറൻസ് വരുത്തും, അതുപോലെ തന്നെ ഫാമിലി ടാക്സ് ക്രെഡിറ്റ്സ് കൊടുക്കും. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. നമ്മളെല്ലാം ഇങ്ങനെ തലയാട്ടി കേട്ടു. എന്നാലും ഇവിടെയുള്ള പഴയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ കണ്ടുപരിചിതമല്ലാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കാറുണ്ട്. ഒരു ഇലക്ഷൻ ഒരു സ്റ്റണ്ടിന് വേണ്ടി മാത്രമായിട്ട് ഇവിടെ വെറുതെ കവലപ്രസംഗങ്ങൾ നടത്താറില്ല. ആക്ച്വലി ടാക്സിലല്ല കേട്ടോ മാറ്റം വരുത്തിയിരിക്കുന്നത്. നമ്മുടെ ടോട്ടൽ സാലറിയുടെ ടാക്സ് ത്രഷോൾഡിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനങ്ങ് പറയാം. എത്ര എമൗണ്ട് വെച്ചിട്ട് എത്ര എമൗണ്ട് ആണെന്നുള്ളത് പറയാം. 0 to 14,000 ഉണ്ടായിരുന്നത് 0 to 15,600 മാറ്റി. അതുവരെ 10.5%. അതിനുശേഷം പഴയതുണ്ടായിരുന്നത് 14,000 to 48,000 വരെയാണ്, 17.5% ആയിരുന്നു. അത് 15,600 തൊട്ട് ഏതാണ്ട് 53,500 17.5% എന്നുള്ളതാക്കി. പിന്നെ അതിന് മുകളിലേക്കുള്ളത് 48,000 to 70,000 30% ആണ് ടാക്സ് മേടിച്ചുകൊണ്ടിരുന്നത്. അത് 53,500 to 78,100 കയറ്റി. ഓക്കെ. പിന്നെ പണ്ടുണ്ടായിരുന്നത് 70,000 to 180,000 33% ആണ് മേടിച്ചുകൊണ്ടിരുന്നത്. അത് 78,000 to 180,000 മാറ്റി. പിന്നെ 180ക്ക് എബോവ് ഉള്ളതിന് 39% ആണ് പണ്ട് മേടിച്ചുകൊണ്ടിരുന്നത്. അതിൽ മാറ്റമില്ല. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, 39% തന്നെയാണ് ടാക്സ് മേടിക്കുന്നത്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾക്കൊരു 70,000 ആനം സാലറി ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ 70,000 30% ടാക്സ് കാണിക്കും. ആ ബ്രാക്കറ്റിൽ 30% ആണ് ടാക്സ് മേടിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ മുഴുവൻ സാലറിക്കും 30% അല്ല കേട്ടോ മേടിക്കുക. അങ്ങനെ വെച്ചാൽ പറഞ്ഞല്ലോ, 0 to 15,000 ഇതിന് 10.5, അത് കഴിഞ്ഞ് വരുന്ന എമൗണ്ടിന് 17.5. അപ്പം നിങ്ങൾക്ക് ടോട്ടലി ഒരു 70-80 സാലറി മേടിക്കുന്ന ആൾക്ക് എനിക്ക് വേണം 20-25% ഒക്കെ ആയിരിക്കും സാലറി പോകുന്നത്. അല്ലാതെ 30-35 പോവില്ല. പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. ഞാൻ നാളെ ഒരാൾ സംസാരിച്ച് പറഞ്ഞു 39% ടാക്സ് ഒക്കെയാണ് ന്യൂസിലാൻഡ് ഗവൺമെന്റ് മേടിക്കുന്നതെന്ന് പറഞ്ഞു. 1,80,000 മുകളിൽ പോകുന്നവർക്കാണ് 39% ടാക്സ് വരുന്നത്. അതും 1,80,000 മുകളിലുള്ള പേ കിട്ടുകയാണ്. 1,80,000 വരുന്നു കഴിഞ്ഞാൽ ആ 10,000-നാണ് 39 മേടിക്കുന്നുള്ളൂ. അല്ലാതെ അതുവരെ 33% വരില്ല, അല്ലെങ്കിൽ താഴെ വരുള്ളൂ. അപ്പം ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. നമ്മളൊരു സാലറി കിട്ടുന്നു, ഒരു 100,000 വരുന്നുണ്ടെങ്കിൽ അതിന് മുഴുവനും 33 മേടിക്കുകയല്ല ചെയ്യുന്നത്. ഓരോ ബ്രാക്കറ്റ് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആ മണിക്ക് അവിടെ വെച്ച് അങ്ങനെയാണ് കാൽക്കുലേഷൻ വരിക.
ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനോട് ചോദിച്ചോട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫാമിലി ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ കുറച്ച് പരിപാടികളുണ്ട്. അതായത് നമുക്ക് ചെറിയ കുട്ടികളുണ്ട്, നമ്മുടെ ഫാമിലിക്ക് കിട്ടുന്ന സാലറി, ഇപ്പോൾ ഒരാളാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ നമ്മുടെ സാലറി എത്രയാണോ വരുന്നത് അത് വെച്ച് നമ്മുടെ കുട്ടികളുണ്ട്, കുട്ടികളുടെ ഡേ കെയറിലും പരിപാടിയൊക്കെ വിടുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് എനിക്കറിയുന്ന ചിലർക്കൊക്കെ വലിയ എമൗണ്ട് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ. അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും വർക്ക് ചെയ്യുന്നു, അവർക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറയും കേട്ടോ. ശമ്പളം കുറവാണ്, ഒരാളെ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അങ്ങനെയുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാൻ മതിയല്ലോ, മറ്റുള്ളവർക്ക് ശമ്പളം ആവശ്യത്തിന് കിട്ടുന്നുണ്ടല്ലോ. അപ്പം ഈ ന്യൂസിലാൻഡ് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളിൽ നിന്ന് ടാക്സ് മേടിക്കുന്നുണ്ട്. പക്ഷേ ആ ടാക്സ് ജനങ്ങൾക്കായി തന്നെ പല ആവശ്യങ്ങളുള്ളപ്പോൾ പല രീതിയിൽ തിരിച്ചു കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഗവൺമെൻറ്റിനുള്ളത്. എല്ലാ ഗവൺമെൻറ്റും തന്നെ അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയണത്, അല്ലേ? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടത്. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടു, എന്നിട്ട് അവരെ തോന്നിയ പോലെ ജീവിക്കുകയും കാണിക്കുകയും അല്ലല്ലോ വേണ്ടത്, അല്ലേ? അതാണ് നമ്മൾ കണ്ടു പഠിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ചോദിക്കാനും നമുക്കൊരു അഭിപ്രായം പറയാനോ നമുക്ക് ഒന്നും ചെയ്യാനുള്ള വോയിസ് നമുക്കില്ല. നമ്മൾ ഇവിടെ അങ്ങനെയല്ല. ജനങ്ങൾക്ക് ചോദിക്കാനും ജനങ്ങളോട് സംശയങ്ങൾ ചോദിക്കാനും നേരിട്ട്, ഇപ്പം പ്രൈം മിനിസ്റ്ററൊക്കെ റോഡിൽ കൂടെ പോകുന്നു, നമുക്ക് നേരിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അടുത്തേക്ക് ചെല്ലാനുള്ളൊരു അപ്രോച്ച് ചെയ്യാനുള്ള പറ്റും നമുക്കിവിടെ. നമുക്ക് നാട്ടിലൊന്നും നമുക്ക് അങ്ങനെ ഒരു പരിചിതമല്ലല്ലോ. വളരെ ബന്ധവുസായിട്ടുള്ള ഇതിൽ കൂടിയാണ് പ്രധാനമന്ത്രി, മന്ത്രിമാരും എം എൽ എ പോലും കാണാൻ പറ്റും. നമുക്ക് എളുപ്പമല്ലാത്തൊരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലൊക്കെ. ഇവിടെ അങ്ങനെ അല്ല. ഞാനിവിടെ ഇവിടെ ജോലി ചെയ്യുന്ന പലരോടും ചോദിച്ചപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ചെറിയൊരു $20 പെർ വീക്ക് അല്ലെങ്കിൽ ഒരു മന്ത്ലി ഒരു $80 to $100 ഒക്കെ ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾ എന്താണ് ഏൺ ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പം ചിലർക്ക് പേ സ്ലിപ്പിൽ ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ 2 ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സെക്കൻഡറി ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് 2 എംപ്ലോയറുടെ കീഴിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാക്സ് കോഡൊക്കെ ചെറിയ മാറ്റങ്ങളിലായിരിക്കും കിടക്കുന്നത്. ചിലപ്പം അത് നിങ്ങളൊന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. ഒന്നുകിൽ IRDA വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ടൻറ്റിനോട് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. സെക്കൻഡറി ടാക്സ് കോഡ് എന്ന് പറഞ്ഞാൽ അവർ എന്തോ ചെയ്യണമെന്ന് ഇതിൽ കിടപ്പുണ്ട്. എനിക്ക് വേണം സെക്കൻഡറി ടാക്സ് കൊടുക്കുന്നവർ IR 330 ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ പേയിൽ മാറ്റം വരാത്തത്. എനിവേ, $80 പെർ മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4000 രൂപ നമുക്ക് കൂടുതൽ വരികയാണ്. അത് ഒരിക്കലും ഇത് ഗവൺമെൻറ് ടാക്സ് കുറയ്ക്കുകയോ അങ്ങനെ വേറെ പരിപാടിയൊന്നുമല്ല. അവർ ചെറിയ കാൽക്കുലേഷൻ ചെയ്തിട്ട് ഈ ത്രഷോൾഡിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി ആണ് നമുക്ക് ഇപ്പം ഇത് വരുന്നത്. അതുപോലെ തന്നെ ചില ലിവിങ് കോസ്റ്റ് വളരെയായിട്ട് കൂടിയിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് ചെറുതായിട്ട് ഇൻഫ്ലേഷനൊക്കെ ഒന്ന് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇപ്പം നമ്മൾ ഷോപ്പുകളിലൊക്കെ പോയി സാധനം മേടിക്കുമ്പോൾ കുറച്ചും കൂടെ സാധനങ്ങൾ നമ്മുടെ $100-200 കൊടുത്ത സാധനം ഒന്നും ഇല്ലാത്തൊരു സ്ഥിതി, നമ്മുടെ ട്രോളി ഒട്ടും നിറയാത്ത സ്ഥിതിയായിരുന്നു. ഇപ്പം കുറച്ചൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. പലരോട് ചോദിക്കുമ്പോൾ പലരും പറയുന്നുണ്ടത്. പിന്നെ പെട്രോളിൻ്റെ ഒക്കെ ടാക്സ് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ പ്രൈസൊക്കെ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ലിവിങ് കോസ്റ്റ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാ ഗവൺമെൻറ് തന്നെ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഇവർ ചെയ്യുന്നുണ്ട്. ഇവർ പറഞ്ഞ ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പുതിയ ഗവൺമെൻറ്, നാഷണൽ ഗവൺമെൻറ് പറഞ്ഞിരുന്നു. അങ്ങനെ ഇത്ര 100 ദിവസത്തെ പരിപാടി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ ഇന്ന ദിവസങ്ങളിലുള്ളിൽ അവർ പല കാര്യങ്ങളും ചെയ്ത് കുറച്ച് വരുന്നുണ്ട്. ശരിക്കും നാഷണൽ ഗവൺമെൻറ്, ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ലേബർ ഗവൺമെൻറ്റാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാഷണൽ ഗവൺമെൻറ് വന്നു. ഞങ്ങളൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറും അതൊക്കെ വളരെ പൂറായിരുന്നു കേട്ടോ. ശരിക്കും നല്ല ഹൈവേസ് ഇല്ല, റോഡുകൾ കുറവായിരുന്നു, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് നാഷണൽ ഗവൺമെൻറ് വന്നപ്പോൾ ഭയങ്കര ഒരു ചേഞ്ച് വന്നു. ജോൺ കീ ആയിരുന്നു പ്രൈം മിനിസ്റ്ററായിട്ട് വന്നത്. ഭാഗ്യത്തിന് അന്ന് പ്രൈം മിനിസ്റ്റർ ജോൺ കീയോടും ഇപ്പോൾ ഫോട്ടോ എടുക്കാനും സംസാരിക്കാനൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നേരിട്ട് പോയി അവരോട് ഷെയ്ക്കാൻ കൊടുക്കാൻ അവർ സമ്മതിക്കുവേനെ, വലിയ ബന്ധവും പരിപാടിയൊന്നും ഇല്ല. അപ്പം പുള്ളി ഞാൻ പുള്ളിയോട് നേരിട്ട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ഭയങ്കര ഫാനാണ്. അതെന്ന് വെച്ചാൽ പുള്ളി ലേബർ ഗവൺമെൻറ്റിൽ നിന്നും പുള്ളി നാഷണൽ ഗവൺമെൻറ് കയറിയെടുത്തു. പുള്ളി പ്രധാനമന്ത്രി ഒത്തിരി മാറ്റങ്ങൾ വന്നു. പെട്ടെന്ന്
ഇൻഫ്രാസ്ട്രക്ചറും ഒത്തിരി അനൗൺസ്മെൻറ്റ് ഉണ്ടായി. കുറേ ഹൈവേസ് വരുന്നു, കുറേ ടണൽസ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ബിൽഡിംഗ് അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നം, ഒത്തിരി ഡെവലപ്മെൻറ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഇത് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നാഷണൽ ഗവൺമെൻറ് തന്നെ കയറുമെന്നാണ് വിചാരിച്ചത്. നാഷണൽ ഗവൺമെൻറ് കയറിയില്ല. എന്നുവെച്ചാൽ അവസാന ഇലക്ഷൻ്റെ അവസാന ഒരു 2 മാസത്തെ സമയത്തിനുള്ളിലാണ് ജസീൻ്റെ ആഡം കയറിയത്. ജസീൻ്റെ ആഡം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ലേഡിയായിരുന്നു. ജസീൻ്റെ ആഡത്തിൻ്റെ ആ സ്പീച്ചിലൊക്കെ ആൾക്കാർ വീണ് അങ്ങനെ ജസീൻ്റെക്ക് ഞാൻ ഉൾപ്പെടെ വോട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ജസീൻ്റെ മാറി ഇപ്പം നാഷണൽ ഗവൺമെൻറ് കയറിയിരിക്കുകയാണ്. നാഷണൽ ഗവൺമെൻറ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നാട്ടിലാണെങ്കിലും അറിയില്ല, ചിലപ്പം കോൺഗ്രസ് ഗവൺമെൻറ് വരുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രോപ്പർട്ടിക്കൊക്കെ ഒരു പൈസ വന്ന പോലെയും ആൾക്കാരൊക്കെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫീലൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നാഷണൽ ഗവൺമെൻറ് വരുമ്പം നമുക്കൊരു അതേ ഫീൽ തന്നെയാണ്. ലേബർ ഗവൺമെൻറ് വരുമ്പം അതുപോലുള്ളൊരു ഫുൾ സാറ്റിസ്ഫാക്ഷനോ അതുപോലെ അങ്ങനെ ഒരു സംഭവമല്ല. അതാണ് നാഷണൽ ഗവൺമെൻറ്റും ലേബർ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ചില കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ സ്കൂളുകളിലേക്ക്, അതായത് ടോട്ടലി നമുക്കറിയാം ന്യൂസിലാൻഡിൻ്റെ ടോട്ടൽ സ്റ്റഡീസൊക്കെ മോശമാണ് നമ്മുടെയായിട്ട് കമ്പയർ ചെയ്യുമ്പം. പക്ഷേ ഇതൊക്കെ ഓക്കെ ആണ് ഇവിടെ. എന്നാലും കുറച്ചും കൂടി അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആക്കുന്നുണ്ട്. ആദ്യം തന്നെ ചെയ്ത് പറയുന്നത് സ്കൂളിൽ ഫോൺ അങ്ങോട്ട് ബാൻ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു വെച്ചാൽ മാത്സ് കരിക്കുലം കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ടീച്ചേഴ്സിന് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാനും അതുപോലെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിനെയും ഏൽപ്പിക്കുകയാണ്. പിന്നെ അറ്റൻഡൻസ് 90% മുകളിൽ അറ്റൻഡൻസ് ഉണ്ടാവണം എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ വന്നിരിക്കുകയാണ്. പിന്നെ കേട്ടത് എന്നാ വെച്ചാൽ ഈ കൂടുതലും ഡൊമസ്റ്റിക് സ്റ്റുഡൻസ് ഒന്നും ഈ നമ്മുടെ PhD അങ്ങനെയുള്ള ഇതിനൊന്നും വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ താഴെ നിന്ന് തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പഠനവും അതുപോലെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുള്ള പഠനവും കൊണ്ടുവരികയാണ്. ഡൊമസ്റ്റിക് സ്റ്റുഡൻസ് അങ്ങനെ ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടിയിട്ട് പലരും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയൊരു ഗുണം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഗ്യാങ്ങിനെ ബാൻ ചെയ്തു. അതായത് ഗ്യാങ്ങിനെ സപ്പോർട്ട് പരിപാടി ഇല്ലാതെയാക്കി. അതുപോലെ അവരുടെ ആവശ്യമില്ലാത്ത ഗാദറിങ് പരിപാടികൾ അങ്ങനെയുള്ളതൊക്കെ ബാൻ ചെയ്തു. അതൊരു നല്ലൊരു സംഭവമാണ്. അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടാക്സ് തന്നെ ഉപയോഗിക്കുന്നതിനൊക്കെ പലരും പല അഭിപ്രായങ്ങളൊക്കെ പറയും. കൊള്ളാം, അങ്ങനെയൊക്കെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കേട്ടതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഒത്തിരി പേര് ക്യാപ്പിന് വേണ്ടി നഴ്സിംഗ് കഴിഞ്ഞ് ക്യാപ്പിന് വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ജോലി കിട്ടൽ ഭയങ്കര പാടായി മാറിയിരിക്കുകയാണ്. അപ്പം ഇവിടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒത്തിരി പേരുണ്ട്. അവർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു പ്രയോറിറ്റി വരികയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ വളരെയധികം ആലോചിച്ചിട്ടേ വരാൻ പാടുള്ളൂ. ജോലിയൊക്കെ നാട്ടിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് വരരുത് ഒരിക്കലും. ജോലി കിട്ടൽ ഒട്ടും ഉള്ള കാര്യമല്ല. കെയർഫുൾ ആവുക. അതുപോലെ തന്നെ മറ്റുള്ള ജോലിക്ക് ഏജൻസി ത്രൂ ഒന്നും നിങ്ങളിങ്ങോട്ട് ജോബ് നോക്കാതിരിക്കുക. ഇവിടെ ഉള്ളവർക്ക് തന്നെ ജോബ് ഇപ്പം കഷ്ടപ്പാടാണ്. ഇവിടെ മാത്രമല്ല, UK കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ജോലി കാര്യങ്ങളിലൊക്കെ ഭയങ്കര കഷ്ടപ്പാടുകളുണ്ട്. അപ്പം പുറത്തേക്ക് പോകാൻ പറ്റിയൊരു സമയമല്ല ഇപ്പോൾ. നിങ്ങൾ 1-2 വർഷം വെയിറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ പഠിക്കാൻ ഒത്തിരി പേര് വരുന്നുണ്ട്. ഇപ്പോൾ മോളൊക്കെ എൻ്റെ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ പറയുന്നത് മുഴുവൻ മലയാളികളാണെന്നാണ് പറയുന്നത്. എല്ലായിടത്തും നിന്ന് മലയാളം പറയുന്നതാണ് കേൾക്കുന്നതെന്നാണ് പറയണത്. അപ്പം എനിക്കറിയില്ല ഈ പിള്ളേരൊക്കെ പഠിക്കാൻ വന്നിട്ട് എന്താവുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെരി ബാഡാണ്. അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഒത്തിരി പരിപാടികൾ ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഹാപ്പി തന്നെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഹാപ്പിയാണ്, പണ്ടും ഹാപ്പിയാണ്. പിന്നെ എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണുക നമ്മൾ. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും പരിപാടികളൊക്കെ എന്നോട് ചോദിക്കുക. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ, നിങ്ങളെ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരവൊക്കെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് തരുമ്പോൾ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതിന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ അല്ലെങ്കിൽ IRDയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബൈ പറയാണ്. ബൈ ഫ്രം ന്യൂസിലാൻഡ്, മല്ലു ഗായ്സ്.